ഓരോ ദിവസവും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സീറ്റ് കിട്ടാത്തതിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ കിട്ടാത്തതിലോ ഉള്ള വിഷമം കൊണ്ടാണ് കോൺഗ്രസ്സുകാർ തമ്മിൽ പടവെട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവായ വി സതീശനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എപ്പോഴും ഒരു റബ്ബർ പന്ത് പോലെ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ്സുകാർക്ക് തൊഴിക്കാനുള്ള ഒരു പന്തായിട്ട് മാറിയിരിക്കുന്നത്. അവസാനമായി വന്ന ഏറ്റവും വലിയ വിവാദമായിരുന്നു AICC അംഗമായിരുന്ന സിമി റോസ്ബൽ ജോണിൻ്റെ വെളിപ്പെടുത്തൽ. ഇതിപ്പോൾ കൂടുതൽ കലുഷിതമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ റോസ്ബലിൻ്റെ വെളിപ്പെടുത്തലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ വനിതാ നേതാവിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് വി സതീശനാണെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകാനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം വലിയ തോതിൽ നടത്തിയത്. അതായത് പരാതി നൽകിയ വനിതാ നേതാക്കളെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ എന്ന് സിമി റോസ്ബൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി ഇവർ പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് വലിയ തോതിൽ സിനിമാ മേഖലയിലെ മീറ്റു വിവാദങ്ങളും അതോടൊപ്പം തന്നെയുള്ള ലൈംഗിക പീഡന സ്ത്രീപീഡന പരാതികളും എല്ലാം വലിയ തോതിൽ ഉയരുന്നതിന് ഇടയിലാണ്, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ കൊഴുത്തു വരുന്നതിന് ഇടയിലാണ് സ്വന്തം നേതാവിനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ആരോപണവുമായി AICC അംഗമായിരുന്ന അല്ലെങ്കിൽ AICC ലെവലിൽ ഉയർച്ചയുണ്ടായിരുന്ന വനിതാ നേതാവായ ഈ സിമി റോസ്ബൽ ഇത്തരം ഒരു പ്രസ്താവനയുമായിട്ടോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നത്. 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള തനിക്കെതിരെ അവർ നൽകിയ പരാതിയെക്കുറിച്ച് നേതൃത്വം സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നും സിമി റോസ്ബൽ പറഞ്ഞു. നേതൃത്വത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ വൈകാതെ കൂടുതൽ തുറന്നു പറച്ചിലുണ്ടാകും. ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുണ്ടാകും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ വലിയ ഞെട്ടലോടെയാണ് നേതാക്കന്മാർ കാണുന്നത്. കാരണം എവിടെയൊക്കെ ഉപ്പ് നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപ്പ് തിന്നവരെല്ലാം ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് ഈ ഉപ്പ് തൊട്ടവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള നെട്ടോട്ടവും ഇതും തുടങ്ങിയെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന പല വിവരങ്ങളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. നേതൃത്വത്തിനെതിരെ തന്നോട് പരാതി പറഞ്ഞ 3 പേരുടെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഭയം മൂലമാണ് ഇവർ പരസ്യമായി ഈ പറയുന്ന പരാതികൾ പറയാത്തത്. അർഹതയുള്ളവർക്ക് അവസരം നിഷേധിക്കുന്നതിനെതിരെ പ്രതികരിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്നും സിമി റോസ്ബൽ തുറന്നടിച്ചു. KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നീതി കിട്ടിയിട്ടില്ല. സുധാകരൻ എന്നെ പുറത്താക്കിയെന്നുള്ള കാര്യം വന്നല്ലോ, അപ്പോൾ നീതി കിട്ടിയിട്ടില്ല. 1.5 മാസം മുമ്പ് പ്രശ്നങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് സുധാകരന് പരാതി നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവിനെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലെന്ന മട്ടിലാണ് ഈ സുധാകരൻ അന്ന് പ്രതികരിച്ചത് എന്നാണ് പറഞ്ഞത്. അതായത് സൂപ്പർ KPCC പ്രസിഡന്റായിട്ട് മുന്നോട്ട് പോകുന്ന വി സതീശനെ എതിർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള പരസ്യമായി തന്നെ ഒരു വനിതാ നേതാവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. PSC അംഗമായില്ലേ, ഇനി വീട്ടിലിരിക്കും എന്ന രീതിയിലാണ് സതീശൻ്റെ പ്രതികരണം എന്നാണ് പറഞ്ഞത്. സ്ഥാനങ്ങൾ ഒന്നൊക്കെ തന്നതല്ലേ, ഇനി ഇതൊക്കെ കൊണ്ടൊക്കെ അടങ്ങിയിരിക്കൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വി സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. KC വേണുഗോപാലാകട്ടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏക വനിതാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അന്ന് സതീശൻ ഭാരവാഹി പട്ടികയിലോ ജില്ലാ നേതൃത്വത്തിലോ പോലുമില്ല. പക വീട്ടും പോലെയാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾ. വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഭീഷണി തനിക്കുണ്ട് എന്നും ഇവർ തുറന്നു പറഞ്ഞു. കൃത്യമായ തെളിവ് നിരത്തി ഇവരുടെ കാപട്യത്തിനെതിരെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ സിമി റോസ്ബൽ ക്ലിയറായിട്ട് പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരം സ്ത്രീപീഡന വിഷയങ്ങളും മറ്റു പ്രോബ്ലങ്ങളും കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയാണ് കോൺഗ്രസിനുള്ളിൽ നമ്മൾ കാണുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ അടുക്കുമ്പോൾ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കാവും നീങ്ങുക.